അങ്ങമ്മേ ഇതൊന്നും ഒരുപാട് ഇലയിലും കാണുന്നു സംഭവം. അതില്ല, ഇപ്പൊ കർക്കിട മാസല്ലേ, ഈ കർക്കിട മാസം 10 ഇലകള് വറുത്ത് തിന്നണം എന്നാണ്. അതെയോ? ഇത് ആദ്യത്തെ ഇല കണ്ടോ? അപ്പൊ ഇതൊന്നും ഇത് കഴിച്ചാലെന്നാ? ഇത് കഴിച്ചാല് നല്ലതാണ്. കർക്കിട മാസം ആരോഗ്യത്തിന് നല്ലതാണ്. പ്രതിരോധ ശക്തി ഉണ്ടാവും. എല്ലാരും ഈ കർക്കിട മാസം പല വേദനകളും എല്ലാം ഉണ്ടാവില്ലേ, അപ്പൊ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ ചേമ്പിന്റെ ഇല, പിന്നെ നമ്മളെ പച്ചടിയെല്ലാം ആക്കുന്ന കുമ്പളത്തിന്റെ ഇല, പിന്നെ പയറില്ലേ, പയറിന്റെ ഇല, പിന്നെ ഇത് താളിന്റെ ഇല, ഇത് പിന്നെ പൊന്നാങ്കണ്ണി, ഇതും നല്ലതാണ്. പൊന്നാങ്കണ്ണി ഇല, പിന്നെ ഇത് ചേനേന്റെ ഇല, ഇത് കൊടുകൂത്ത, അത് അറിയോന്ന് അറിയില്ല നിങ്ങൾക്കെല്ലാം. ചൊറിയുന്ന ഇല, ഇത് നല്ലതാണ്, നല്ല രസമാണ് വറുത്താല്, ഒറ്റക്കന്നെ വറുത്താല്. പിന്നെ ഇത് സിലോൺ ചീര, ഇത് ചീര മാനസ, ഇത് ഷുഗർ ഇല്ലാതിരിക്കലും നല്ലതാണ്. അങ്ങനെ 10 ഇലകളാണ് ആയത്. ഇത് വൃത്തിക്ക് ഞാൻ കഴുകി മുറിച്ച് വറക്കുന്നത് കാണിക്കാം. ഞാൻ ഈ ചപ്പ് വറക്കാൻ തോന്നുന്നുണ്ട്. പാകത്തിന് ഉപ്പിടുക, കുറച്ച് വെള്ളം കൂടിയ, അത്രേ വെള്ളം. ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇനി ഇത് അടച്ചു വെക്കും. കുറെ സമയം വേണം ഇത് വേവാൻ? ഒരു 10 മിനിറ്റ് വേണം. കളിയുടെ ഇലയായോണ്ട് വേഗം വെന്ത് കിട്ടീന. അത്രയും തേങ്ങ ഇടുന്നുണ്ട് പാകത്തിന്. ഇത് നമുക്ക് വറുത്തിടാം. പിന്നെ വെളിച്ചെണ്ണ വറുക്കുന്നുണ്ട്, പുഴുങ്ങലരി ഒരു നുള്ള്, പിന്നെ വെളുത്തുള്ളി, ഇതിൽ വറുത്തിടുന്നുണ്ട്. ഇതിലെ വറവായ ഇത് കഴിച്ച് നോക്കട്ടെ, രസമുണ്ടോന്ന് നോക്കിയാട്ടെ. അടിപൊളിയാണല്ലോ. അതെയാ, ഞാനതായിട്ടായിരിക്കും. ഇതെല്ലാരും വറുത്ത് കഴിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കർക്കിടക മാസം തന്നെ ഇത് വറുക്കണം, ആരോഗ്യത്തിന് നല്ലതാണ്.